പുഴയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അശോകന്റെ ഒറ്റയാൾ പോരാട്ടം. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. തേജസ്വിനി പുഴയിൽ മുക്കട കേന്ദ്രീകരിച്ച് വൻതോതിൽ ജലം ഊറ്റിയെടുത്ത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് എന്നീ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തുകളിലേക്കും വെള്ളം കൊണ്ടുപോകാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ചൂടുപിടിക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഒരു ദിവസം 2 കോടി ലിറ്റർ വെള്ളമാണ് പുഴയിൽ നിന്നും ഊറ്റിയെടുക്കുക. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇത് 3 കോടി കവിയും. പ്രതിദിനം ഇത്രയും വെള്ളം ഊറ്റിയെടുത്താൽ അതിന് തക്ക നീരൊഴുക്ക് നിലവിൽ തേജസ്വിനി പുഴയിൽ ഇല്ല. ഇത് തീരദേശ മേഖലയിലും കുന്നിൻ ചെരുവുകളിലും വലിയ തോതിലുള്ള ജലക്ഷാമത്തിന് കാരണമാകും. പാലായി ഷട്ടർ ബ്രിഡ്ജ് നിലവിൽ ഉണ്ടായിട്ട് തന്നെ വേനൽക്കാലത്ത് പുഴയിൽ ചെറിയ തോതിൽ മാത്രമാണ് വെള്ളമുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വൻതോതിൽ ജലം ഊറ്റിയെടുക്കുന്നത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും. 422 കോടി രൂപയാണ് ഇതിന്റെ പദ്ധതി ചെലവ്. തീരദേശ മേഖലയിൽ കടുത്ത ജലക്ഷാമത്തിന് കാരണമാകുന്ന ഈ പദ്ധതി എന്ത് വില കൊടുത്തും തടയുമെന്നും ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉയർന്നു വരുമെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഇതിന്റെ ഭാഗമായാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായ അശോകൻ പെരിങ്ങാര രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൈപ്പിനുള്ളിൽ ഉപവാസം കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചത്. നമ്മുടെ നാടിന് നമ്മൾ തേജസ്വിനി പുഴയെ കൊല്ലരുത് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 6 മണിക്കൂർ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നതിലൊരു പ്രതിഷേധമാണ്. ഇത് നടത്താനുള്ള കാരണം പ്രതിദിനം 4 കോടി വെള്ളം ഈ തേജസ്വിനി പുഴയിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഒരു വലിയ വൻ പദ്ധതിയും കൊണ്ട് വന്നിരിക്കുകയാണ്. അതിന് നാട്ടുകാർ ഒരു പ്രതിഷേധവും ഇതിനോടൊപ്പം ഞാനും ഇന്ന് ഈ 6 മണിക്കൂർ ഇതിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ സാധാരണ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ദിവസം 2 കോടി മുതൽ 2.5 കോടി ലിറ്റർ വരെ വെള്ളം ഊറ്റുന്ന ഒരു പദ്ധതിയാണ് തൃക്കരിപ്പൂർ അഡ്ജോയിങ് പഞ്ചായത്ത് എന്ന വിഭാവനം ചെയ്യുന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 3 കോടി മുതൽ 3.5 കോടി വരെ എത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചുള്ളത്. തീർച്ചയായും നമ്മുടെ പുഴ വറ്റി വരണ്ട് ഈ നാട് തന്നെ നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തിലേക്കും തേജസ്വിനി പുഴയിൽ നിന്നും മുക്കട കേന്ദ്രീകരിച്ചുകൊണ്ട് ജലം ഊറ്റുന്ന പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കുന്നിൻ ചെരുവുകളിലും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ കുടിവെള്ളം കിട്ടാത്ത രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നാട് മാറുമെന്ന് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാട് ഒട്ടാകെ ഒന്നടങ്കം ചേർന്നുകൊണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി അതിശക്തമായ പ്രക്ഷോഭത്തിന് രൂപം നൽകുകയാണ്. ഈ പദ്ധതി ഒരു കാരണവശാലും നാട് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ പ്രക്ഷോഭങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തന്നെ ഇവിടെ അശോകൻ പെരിങ്ങാര ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൈപ്പിനകത്ത് കടന്നുകൊണ്ട് ഉപവാസ സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ആളുകൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പള്ളിപ്പാറയിൽ നിർമ്മിക്കുന്ന ജലസംഭരണിയുടെ നിർമ്മാണം ഉൾപ്പെടെ തടയുമെന്ന് നാട്ടുകാർ പറയുന്നു. പുഴ മരിക്കാതിരിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.